യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും അതുകൊണ്ട് മുന്തിരിച്ചെടിയോട് ശാഖ ചേർന്ന് നിൽക്കുന്നത് പോലെ നമ്മൾ ചേർന്ന് നിൽക്കണമെന്നും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട്. നാം എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂദാശകളിലൂടെയും മറ്റ് സമയങ്ങളിലുമൊക്കെ ദൈവം നമ്മളിലേക്ക് വർഷിക്കുന്ന കൃപയും പ്രസാദപരവും നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി നന്മ, ഒത്തിരി ഫലങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റും. വിശുദ്ധ ചാവറക്കുറിയാക്കോസ് ഏലിയാസച്ചൻ മാമോദീസയിൽ കിട്ടിയ പ്രസാദപരം നഷ്ടപ്പെടുത്താൻ ഇടയായിട്ടില്ല എന്ന് മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആ കൃപയോടുകൂടി അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ കണ്ണിൽ കാണപ്പെട്ട ഒത്തിരി നന്മകൾ ചെയ്യാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും മഹത്വമുള്ളതും ധന്യവുമായി മാറുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണ്. അതിന് നമ്മൾ സാധിക്കുന്നത് ദൈവകൃപ നമ്മളിൽ ഉള്ളപ്പോഴാണ്. ദൈവം നമുക്ക് തരുന്ന കൃപ നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഉള്ളിൽ വിദ്വേഷം സൂക്ഷിക്കുമ്പോൾ, പക നമ്മളുള്ളിൽ സൂക്ഷിക്കുമ്പോൾ നമ്മളിലെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് എബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നു, വ്യാജ ഭാഷണങ്ങൾ, തിന്മ നിറഞ്ഞ സംഭാഷണങ്ങളൊക്കെ നമ്മളിലെ കൃപ നഷ്ടപ്പെടുത്തി കളയും. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുക, അപവാദങ്ങൾ പറഞ്ഞു പരത്തുക, അതിലൂടെയൊക്കെ നമ്മളിലെ കൃപ നഷ്ടപ്പെടുന്നുവെന്ന് ധ്യാന ഗുരുക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.